ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ടോൾ കേക്കാണ് ഞാൻ ചെയ്ത് കാണിച്ചത്. അതിൻ്റെ ടേബിൾ സെറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡോണട്ട്സും കപ്പ് കേക്ക്സും പിന്നെ സിക്കിൾസ് പോപ്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാനിന്നിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്, നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അത് ടോൾ കേക്ക് ഒരു ചോക്ലേറ്റ് ഫ്ലേവറായിരുന്നു, ഇത് വാനില ഫ്ലേവറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കിലോയുടെ വെയിറ്റ് വരുന്ന ഒരു സ്പഞ്ചാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാത്തിനും കൂടി അത് മാത്രം മതിയാവും. ഒരു 6 കപ്പ് കേക്ക് പിന്നെ ഡോനട്ട്, അതിനൊക്കെ സെപ്പറേറ്റ് ഒരു 4 ഡോനട്ട് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ളത് സിക്കിൾസും പോപ്സും, ഇതിനെല്ലാം കൂടി ഒരുമിച്ച് ഞാൻ ഫസ്റ്റ് ആദ്യം തന്നെ കപ്പ് കേക്കിൻ്റെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിനകത്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു അളവ് അറിയാൻ പറ്റും. ആ ഒരു കപ്പ് കേക്കിൻ്റെ അളവിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ളത് നമുക്ക് സിക്കിൾസിന് വേണ്ടി നമുക്ക് പൊടിച്ചെടുക്കേണ്ടതാണ്, അതിൻ്റെ ക്രംസ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ കപ്പ് കേക്കിൻ്റെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കപ്പിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മൾ ബേക്ക് ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്നതിനേലും നല്ലൊരു ടേസ്റ്റ് ഇതേപോലെ ലെയറിൽ നമ്മൾ ക്രീം ചെയ്തിട്ട് അതിലെ ഫില്ലിങ്സ് എന്താണോ നമ്മൾ കൊടുക്കുന്നത്, ചോക്ലേറ്റ് ആണെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക്, അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം, നട്ട്സ്, അങ്ങനെ എന്താണോ നമ്മൾ ഫില്ലിങ്സിൽ കൊടുക്കുന്നത് അത് കൊടുത്തിട്ട് നമ്മളിതുപോലെ കപ്പ് കേക്ക് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട്. നോർമലി നമ്മൾ ചെയ്യുന്ന ബേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ മാത്രം ക്രീം ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. സാധാരണ ഒരു വാനില സ്പഞ്ച് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ ചെയ്തെന്നാൽ നല്ലൊരു ടേസ്റ്റാണ് കേക്ക് കഴിക്കുന്നതിനേൽ, നല്ലൊരു ഐസ്ക്രീം കഴിക്കുന്ന ആ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് കപ്പ് കേക്ക് കഴിക്കുമ്പോൾ. ഇതുപോലെ നമ്മൾ സാധാരണ നോർമൽ കേക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്ത് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ട്, ഒരുപാട് വെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ കപ്പിൽ ചെയ്യുമ്പോൾ ആ ഒരു ഷുഗർ സിറപ്പ് അതിനകത്തേക്ക് ലീക്കാവാനൊക്കെ ചാൻസ് ഉണ്ട്. കപ്പ് എങ്ങനത്തെ ആണെങ്കിൽ പോലും ഒരുപാട് സമയം ഇരിക്കേണ്ടതാണ് അപ്പോൾ സ്റ്റേജിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ രാവിലെ ഒരു നല്ല ദൂരമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഒരു 1.25 മണിക്കൂറോളം അതിൻ്റെ യാത്രയുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ സെറ്റ് ചെയ്ത് അവിടെയും ഒരുപാട് മണിക്കൂറുകൾ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് കപ്പ് കേക്കൊക്കെ. എന്നിട്ട് ഇതുപോലെ തന്നെ ലെയറിലൊക്കെ ചെയ്തിട്ട് മേളിൽ വേണമെങ്കിൽ നമുക്കിത് ആ ഒരു ഫൈനൽ കോട്ട് കൊടുക്കുന്ന പോലെ ആ മേളിൽ നമുക്ക് കോട്ടിങ് കൊടുക്കാം, ഇല്ലെങ്കിൽ വേണമെന്നില്ല. ഞാനത് ഫില്ലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്ത, കുറച്ച് ഗ്യാപ്പുള്ളത് കൊണ്ട് ഫില്ലാവാൻ വേണ്ടി കൊടുത്തതേ ഉള്ളൂ, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതേപോലെ തന്നെ മേളിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോസിൽ കൊണ്ട്, സ്റ്റാർ നോസിൽ കൊണ്ടുള്ള ഒരു ഫ്ലവറും വരച്ച് വെച്ചു, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മളത് വേണമെങ്കിൽ കൊണ്ടുപോകുന്നതിന് ഒരു 2 മണിക്കൂറിന് മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. കാരണം കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യുക, അത്രയും മതി. ഒരുപാട് സമയം അത് ഓവർനൈറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. നമ്മളിപ്പോൾ കൈകൊണ്ട് പൊടിച്ചെടുത്താലും അത്രയ്ക്ക് ഇതുപോലെ തന്നെ ക്രംസ് ഒന്നും കിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ടയായിട്ട് കിടക്കും. ഇതിപ്പോൾ ഒരുപോലെ നമുക്ക് കയ്യിൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എടുക്കണമെങ്കിൽ ഇതുപോലെ മിക്സിയിൽ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക, അത്രയും മതി. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകാനല്ല, ഒന്ന് വെറുതെ ഒന്ന് കറക്കിയെടുക്കാൻ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ഇതേപോലെ തന്നെ ക്രീമും ഷുഗർ സിറപ്പും, ഇതിലും അതേപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒരുപാട് ഒഴിക്കേണ്ട, ഒരല്പം ഞാൻ ഒഴിക്കുന്നുള്ളൂ. ക്രീമും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കുമാണ്. ഇത് നമ്മൾ നോക്കി നമ്മൾ മിക്സ് ചെയ്തെടുത്തില്ലെങ്കിൽ, ഒരുപാട് കൂടിപ്പോയാൽ നമ്മളുടെ കയ്യിൽ പിടിച്ചെന്നാൽ അത് പൊട്ടിപ്പോവും. മാത്രമല്ല കുറഞ്ഞു പോയാലും അതുപോലെ തന്നെ വിള്ളലൊക്കെ വരും, അത് ജോയിൻ്റ് ഉണ്ടാവില്ല, ജോയിൻ ചെയ്ത് നമുക്കത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി ക്രീമും എന്താണോ നമ്മളതിൽ കൊടുക്കുന്നത്, ചോക്ലേറ്റ്സ് ആണെങ്കിൽ അങ്ങനെ ഡാർക്ക് ചോക്ലേറ്റ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഫില്ലിങ് കൊടുക്കാം, നട്ട്സൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെന്തൊക്കെയാണോ കൊടുക്കുന്നത് അത് നമ്മൾ മിക്സ് ചെയ്ത് നോക്കി അതിൽ പിടിച്ച് നമ്മൾ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ കയ്യിൽ പിടിച്ച് നോക്കിയിട്ട് വേണം ഇതിൻ്റെ ആ ഒരു സെറ്റിങ്സ് ശരിയാക്കാൻ. കാരണം ആദ്യം നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഒരുപാട് നമ്മൾ ക്രീം ഇട്ടുന്നാലും ലൂസായിപ്പോവും. അതേപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ടാലും ചോക്ലേറ്റ് ഇട്ടാലും നമ്മൾ നോക്കാതെ പെട്ടെന്ന് ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തിട്ട്
നമ്മൾ കയ്യിലൊന്ന് പിടിച്ച് നോക്കണം. അപ്പോൾ സെറ്റായോ എന്ന് നമുക്കറിയാൻ പറ്റും. അതിലിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോകാത്ത രീതിയിലും ഒരുപാട് അങ്ങനെ കുഴഞ്ഞു പോകാത്ത രീതിയിലും ആയിരിക്കണം. പിടിക്കുമ്പോൾ പിടിച്ച ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടണം, വിണ്ട് സൈഡിലൊന്നും പോകാത്ത രീതിയിൽ. അപ്പോൾ നമ്മളുടെ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ശരിയായിട്ടുണ്ടാവും. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെറുതെ ആ ഒരു അതിൻ്റെ ആ ഒരു ഇത് കണ്ടേ, നമ്മൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ പിടിക്കുമ്പോൾ ആ ഒരു കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടണം, അത് സൈഡൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ. എന്നിട്ടിപ്പോൾ ഞാനിപ്പോൾ ഓരോ അളവിൽ നമ്മൾ എടുക്കുന്നത്, ഒരെണ്ണം ചെറുതും വലുതുമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ അളവിൽ നമ്മൾ എടുക്കുന്നത്. നന്നായിട്ട് അതിനകത്ത് ഫില്ലായിട്ട് വേണം എടുക്കാൻ. അപ്പോൾ കറക്റ്റ് ഒരു ബോൾ, ഒരു മീഡിയം സൈസ് ബോൾ നമുക്ക് കിട്ടും. ഒരുപാട് ചെറുതുമല്ല എന്നാൽ വലുതുമല്ല അത്ര രീതിയിൽ. എന്നിട്ട് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ 4 നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം. അത് പിന്നെ വേണ്ടത് നമ്മുടെ സിക്കിൾസാണ്. അതും ഇതുപോലെ തന്നെ ഷേപ്പിൽ നമുക്ക് അതിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. എങ്ങനെയാണോ നമ്മളുടെ ചോക്കോബാർ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ മോൾഡൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മൾ ആ ഷേപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ സൈഡിൽ ക്രാക്സ് ഒന്നും വീഴാതെ തന്നെ എടുക്കുക. അപ്പോൾ അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ തന്നെ സൈഡിലൊന്ന് കുറച്ചും കൂടി എടുത്ത് ജോയിൻ ചെയ്ത് കൊടുത്ത് ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ അത് മോൾഡാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ മോൾഡ് ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരു സമയം, ഇപ്പോൾ എല്ലാം കൂടി നമുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ സമയം വെറുതെ അനാവശ്യമായിട്ട് പോകുന്നു. അപ്പോൾ മോൾഡ് ഉണ്ടെങ്കിൽ നമുക്കതിനകത്ത് സെറ്റ് ചെയ്ത് പെട്ടെന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ആ ഒരു സ്റ്റിക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് അതിനൊരു ഹോൾ ഇട്ടിട്ട് അതിനകത്തേക്കാണ് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത്, ഗനാഷല്ല ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ സെറ്റായിട്ട് ഇരുന്നോളും. ഒരുപാട് സമയം ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. ഞാനിതിപ്പോൾ ഒരു 20 മിനിറ്റോളം ഫ്രീസറിൽ സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ കറക്റ്റൊരു തിക്കായിട്ട് നമുക്കത് കിട്ടി. സെറ്റായിട്ട് നല്ലൊരു രീതിയിൽ നമുക്കത് ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളവും ഒക്കെ ഉണ്ടാകും. ആ ഒരു ഈർപ്പം കൊണ്ട് തന്നെ നമ്മൾ ചോക്ലേറ്റ് അവിടെ ഇവിടെയൊക്കെ ഇട്ട് കട്ടയായി പിടിക്കാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരുപാട് സമയം ഫ്രീസറിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് എന്നാൽ പോലും നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് നനവുണ്ടോ എന്ന് നോക്കണം. ടിഷ്യൂയിലൊന്ന് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ വലിച്ച് എടുത്ത് നല്ല ക്ലീനായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ നിന്ന് കട്ട പിടിച്ച് അവിടെ ഇവിടെ ഇരിക്കില്ല. എല്ലാം ഇതേപോലെ തന്നെ ടൂത്ത് പിക്ക് കൊണ്ട് ഇൻസർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോപ്സ് ആണെങ്കിലും പിന്നെ ഇതേപോലത്തെ സ്റ്റിക്കും ചെയ്ത് വെച്ചിട്ട് നമുക്കങ്ങനെ ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ പോപ്സിൻ്റെ സ്റ്റിക്ക് നമുക്ക് പാക്കറ്റ് വാങ്ങാൻ കിട്ടും. അതേപോലത്തെ തന്നെ അതിന് ചെറുതും വലുതുമായിട്ടുള്ളത് കിട്ടും. ഞാനൊരു മീഡിയം സൈസുള്ളതാണ് വാങ്ങിയിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ തന്നെ എല്ലാം എക്സസൈസ് വരുന്നത് മുഴുവനും അത് മാറിയിട്ട് വേണം, പോയി കഴിഞ്ഞിട്ട് വേണം നമ്മളിതുപോലെ തന്നെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ എക്സസ് വരുമ്പോൾ അതിനകത്ത് താഴെ വന്നിട്ടൊരു പരന്ന രീതിയിൽ നമുക്കിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് മാക്സിമം നമ്മളിങ്ങനെ പിടിച്ചിട്ട് മാക്സിമം കളഞ്ഞിട്ട് വേണം. ഊറി ഇങ്ങനെ വരുന്നത് ആ ഒരു എക്സസ് ആയിട്ടുള്ളത് മുഴുവനും മാറ്റിയിട്ട് വേണം നമ്മളത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാനായിട്ട്. ഇത് ബട്ടർ പേപ്പറിൽ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്, ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ സൈഡിലൊന്നും അങ്ങനെ എക്സസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സൈഡ് നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പരന്നിട്ട് വരുമ്പോഴേക്കും നമുക്ക് കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. എന്നിട്ട് ഇതൊരു കളർ തീമാണ്, ഒരു ഓഫ് വൈറ്റ് കളറാണ് തന്നിരുന്നത് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചോക്ലേറ്റ് ഡിസൈനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മേളിലൊരു ഫോണ്ടൻ്റ് ഫ്ലവർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പോപ്സിലാണെങ്കിൽ ചെറിയ ഫ്ലവർ കട്ടറിൻ്റെ ഏറ്റവും ചെറിയ ഫ്ലവർ കട്ടർ കൊണ്ടും അതിൻ്റെ പോപ്സിലും സിക്കിൾസിലും ഡോനട്ടിലൊക്കെ അതിൻ്റെ കുറച്ച് മീഡിയം സൈസുള്ള ഫ്ലവറും പിന്നെ അതിൻ്റെ ഉള്ളിൽ നടുക്കായിട്ട് ഗോൾഡൻ ബീഡ്സും നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പോപ്സിൽ നമുക്കങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് വരച്ചെന്നാൽ ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, കാരണം ബോൾസ് ആയതുകൊണ്ട് തന്നെ. എങ്കിലും മാക്സിമം നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ചെയ്തപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. എല്ലാം ഒരേപോലെ നല്ലൊരു ഡിസൈനിൽ ഇരുന്നിരുന്ന് നല്ല സെറ്റായിട്ട് നമുക്കത് കിട്ടുകയും ചെയ്തു. നമ്മൾ ആ ചോക്ലേറ്റ് നമ്മൾ ഗനാഷ് പോലെ അത്രയും ലൂസായിട്ട് എടുക്കണം. അതായത് മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഗനാഷല്ല, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ നല്ല ലൂസായിട്ട് നമ്മൾ എടുക്കുമ്പോഴാണ് നമ്മൾ ഒഴിക്കുമ്പോഴേക്കും ആ ഒരു ഫിനിഷിങ്ങിൽ നമ്മളുടെ സിക്കിൾസൊക്കെ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇവിടെ കട്ട പോലെ ഇരിക്കും. നന്നായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ട് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ചൂടോട് തന്നെ നമ്മൾ ഒഴിക്കുമ്പോഴേക്കും നല്ലൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലായിരിക്കുമ്പോൾ ഒഴിക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്കത് കിട്ടും. എന്നിട്ട് അതേപോലെ തന്നെ ഡോനറ്റിൻ്റെ ഞാനിപ്പോൾ ഒട്ടും തന്നെ സമയമില്ലാത്തതുകൊണ്ടാണ്, അങ്ങനെ ആർക്കെങ്കിലും അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഞാനത് ഡോനറ്റിൻ്റെ ഞാൻ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരുപാട് ചെയ്തെടുക്കാനുണ്ടായിരുന്നുകൊണ്ട് അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഞാൻ എടുത്തില്ല. അങ്ങനെ വേണ്ടവർക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ വേണമെങ്കിൽ ഡോനറ്റിൻ്റെ സെപ്പറേറ്റ് ഞാൻ ചെയ്യാം വീഡിയോ. എല്ലാത്തിലും ഇതേപോലെ തന്നെ ഒരേപോലെ തന്നെ ഡിസൈനും കൊടുത്ത് ഫോണ്ടൻ്റ് വർക്കും അതേപോലെ തന്നെ ചെറിയ ഫ്ലവറും ചെയ്ത് കൊടുത്തപ്പോൾ കാണാൻ അടിപൊളിയായിരുന്നു. നല്ലൊരു ക്യൂട്ട്നെസ്സായിരുന്നു കാണാനായിട്ട്. ആ ഒരു കളറും കാണാൻ നല്ല ഭംഗിയുള്ളൊരു കളറായിരുന്നു, ഓഫ് വൈറ്റ് കളറ്. ഫോണ്ടൻ്റ് വർക്കൊക്കെ നമ്മൾ തലേദിവസം ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. കാരണം വളരെ സിമ്പിളുമാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്കത് ചെയ്യേണ്ട ആവശ്യം വരില്ല, അപ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റേതൊന്ന് തലേദിവസം ചെയ്ത് വെച്ചാൽ നന്നായിട്ട് സെറ്റായിട്ടിരിക്കും. നമുക്ക് ഇതുപോലെ തന്നെ കേക്കിൻ്റെ നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതേപോലെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. കാണാൻ നല്ല ഭംഗിയല്ലേ? ആ ഒരു ഫ്ലവർ വന്നപ്പോഴും നല്ലൊരു ക്യൂട്ട്നെസ്സാണ് കാണാനായിട്ട്. ആ പാർട്ടി മോഡലാണെങ്കിലും നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. സെറ്റ് ചെയ്ത് വെച്ചപ്പോഴേക്കും എല്ലാം ആ ലൈറ്റിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. Thanks for watching.